എല്ലാവർക്കും നമസ്കാരം. സ്റ്റഡി വിത്ത് ഉഷാസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ NIOS +2 ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കസിങ് ആണ്. പാർട്ട് 6 ആണ്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നമസ്കാരം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ 31, 32 ഒക്കെ നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിലുള്ള പാസേജാണ്. പാസേജ് വായിച്ച് അതിന് ഉത്തരം എഴുതുകയാണ് വേണ്ടത്. അതിൽ 2 മാർക്കാണ്, 2 ക്വസ്റ്റ്യനേ ഉള്ളൂ. അതുപോലെ തന്നെ 2 ഭാഗങ്ങളായിട്ടുണ്ട്. അതിൽ പാസേജ് നല്ലോണം വായിച്ചിട്ട് ടൈറ്റിൽ കൊടുക്കാൻ പറയും. അതുപോലെ തന്നെ അതിൽ പാസേജിലെ ഏത് ഭാഗത്തു നിന്നും നിങ്ങളോട് ചോദ്യം ചോദിക്കാം. നല്ലോണം വായിക്കുക, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കുക. അതുപോലെ തന്നെ പാസേജ് വായിച്ച് നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടും. എളുപ്പത്തിൽ നിങ്ങൾക്ക് പാസ് മാർക്ക് വാങ്ങാനുള്ള ഒന്നാണ് പാസേജ് ക്വസ്റ്റ്യൻ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 34, 35, 33, 34, 35 ഇതൊക്കെ തന്നെ പാസേജാണ്. പാസേജ് വായിച്ച് അതിന് ആൻസർ എഴുതുകയാണ്. 2 മാർക്കാണ്, 2 ക്വസ്റ്റ്യനാണ് അതിലുള്ളത്. 34, 35 ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി അതിൻ്റെ മാർക്ക് ഏതൊക്കെയാണ് ഉത്തരം നോക്കിയിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ മാർക്ക് വാങ്ങാൻ പറ്റുന്നതാണ് പാസേജ് ക്വസ്റ്റ്യൻ. അതിൽ ഏതൊക്കെ ഭാഗങ്ങളാണെന്നുള്ളത്, ഏത് ക്വസ്റ്റ്യനാണോ നിങ്ങൾക്ക് വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾ പാസേജിൽ ഉത്തരം കണ്ടെത്തേണ്ടതാണ്. ഈ ക്വസ്റ്റ്യൻ നല്ല വരിക, ഇതൊരു എക്സാമിന് മാത്രമാണ്. അപ്പോൾ അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതാണ്. ഈ 36ാമത്തെ ക്വസ്റ്റ്യൻ സമ്മറി എഴുതാനാണ്. സമ്മറി എന്ന് പറയുമ്പോൾ ചെറിയൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ടാവും. അതിൻ്റെ സമ്മറി, കഥാസംഗ്രഹം അത് എഴുതാനാണ് പറയുന്നത്. അതൊന്ന് ചുരുക്കിയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഒക്കെ ഒന്ന് ഞാൻ അടുത്തത് സമ്മറി എഴുതാനാണ്. മറ്റൊരു ക്വസ്റ്റ്യനാണ്. ഇതിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 36 ഇനി വേണം, അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട്, സിമ്പിളായത് നോക്കിയിട്ട് നിങ്ങൾക്ക് എഴുതാം. അത് വളരെ ചുരുക്കി എഴുതുക. ഒരു പാരഗ്രാഫ് ആയിരിക്കും നിങ്ങൾക്ക് തന്ന, അതിൽ നിന്നുള്ള ഭാഗങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് ചെറിയൊരു പാരഗ്രാഫിൽ നിങ്ങൾ എഴുതിയാൽ മതി. വളരെ ചുരുക്കിയിട്ട് അതിൻ്റെ ഒരു കഥാസംഗ്രഹം എഴുതുക ആണ് വേണ്ടത്. നിങ്ങൾക്ക് അതിൽ നല്ലൊരു മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുക. അത് മറക്കാതെ എഴുതണം. ഇതൊക്കെ നിങ്ങളെ മാർക്ക് സ്ക്വയർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ്. അതിൽ ഏകദേശം നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് ഈ ഭാഗത്തുനിന്ന് കിട്ടുന്നതാണ്. 3 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. ആ 3 മാർക്ക് സുഖമായിട്ട് നേടിയെടുക്കാം. ഫൈൻഡ് എ വേർഡ് സിമിലർ ഇൻ മീനിങ്, അതായത് ഒരേ അർത്ഥമുള്ള വാക്കുകളാണ്. ഇത് 2 ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതേണ്ടി വരും. 1 എഴുതിയാൽ 1 മാർക്കാണ്. അപ്പോൾ 2 എഴുതിയാൽ 2 മാർക്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടാൻ പറ്റും. അപ്പോൾ ഇവിടെ ഡിഫിഡൻസ് അതിൻ്റെ സമാനാർത്ഥമാണ് വരുന്നത്. ഇൻസെക്യൂരിറ്റി എന്നുള്ള, അനലൈസ് എന്ന് പറയുമ്പോൾ എക്സാമിനാണ്, അപഗ്രഥിക്കുക, പരീക്ഷിക്കുക എന്നുള്ള രീതിയിൽ. അക്കംപ്ലിഷ് റിയലൈസ് ആണ്. സേഫ് ഗാർഡ് പ്രൊട്ടക്റ്റ് ആണ്. ഡോമിനൻസ് സുപ്പീരിയോറിറ്റി ആണ്. എക്സ്ട്രാ ഓർഡിനറി റിമാർക്കബിൾ ആണ്. ഇങ്ങനെയുള്ള വാക്കുകൾ ഒന്ന് പഠിച്ചു വെക്കുക. ഇതും നിങ്ങൾ പഠിച്ചു വെക്കുക, നല്ലോണം പഠിച്ചു വെക്കുക. ഈ വാക്കുകളൊക്കെ ടെക്സ്റ്റിലുള്ള വാക്കുകളാണ്, റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്ങിലെ വാക്കുകളാണ്. ഇത് പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വന്നാൽ എളുപ്പത്തിൽ എഴുതാൻ പറ്റും. ഡിഫിഡൻസ്, അനലൈസ്, അക്കംപ്ലിഷ്, സേഫ് ഗാർഡ്, ഡോമിനൻസ്, എക്സ്ട്രാ ഓർഡിനറി. ഓക്കെ, ഈ പാഠഭാഗത്തിൽ നിന്ന് ഈ മോഡലുള്ള ക്വസ്റ്റ്യനാണ് വരിക. ഈ ഓരോ മോഡലും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. സമ്മർ എഴുതുന്നത്, ബ്രാക്കറ്റ് പാരഗ്രാഫ് ഒന്ന് എടുത്ത് എഴുതുന്നത്, 1 വേർഡ് ആയിട്ടുള്ള വാക്കുകൾ, അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, നന്ദി.